ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ലഭിക്കുന്നതിലൂടെ നാം ഉപജീവനം കഴിക്കുന്നു. എന്നാൽ നാം നൽകുന്നതിലൂടെ ഒരു ജീവിതം സൃഷ്ടിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ കഥ. ഒരിടത്ത് എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം തളർന്നു വീണു. കാര്യമായ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ പോവാൻ സമ്മതിച്ചില്ല. അല്പസമയം വിശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ ആരോ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ വിവരം അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായിരുന്നു ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും അധ്യാപകന് സുഖമായി. അദ്ദേഹം വീണ്ടും ക്ലാസ് എടുക്കാൻ പോയിരുന്നു. മറ്റ് അധ്യാപകർ ഭാര്യയോട് ചോദിച്ചു, അദ്ദേഹം ഒരു റൊട്ടിക്കഷ്ണമാണല്ലോ എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, അത് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നതും. എന്തുകൊണ്ടാണ് താങ്കൾ ചോറ് കൊടുത്ത് വിടാത്തത് എന്നും ഭാര്യയോട് അവർ ചോദിച്ചു. ഉച്ചഭക്ഷണം വളരെ ലളിതമായത് കൊണ്ടാവാം അദ്ദേഹം തളർന്നു വീണിട്ടുണ്ടായിരിക്കുക എന്ന് അധ്യാപകർ ഭാര്യയോട് പറഞ്ഞു. ഭർത്താവിന്റെ സഹപ്രവർത്തകരുടെ വാക്കുകൾ കേട്ട് ഭാര്യ അമ്പരന്നുപോയി. എന്തു പറയണമെന്നറിയാതെ അവർ ആകെ ഉഴങ്ങി. വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്തുവിട്ടാണ് എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പറഞ്ഞയക്കാറ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാതെ ഭാര്യ ആകെ വിഷമത്തിലായി. അവരാകെ ആശയക്കുഴപ്പത്തിലായി. എന്നും കൊണ്ടുപോകുന്ന ഭക്ഷണം പിന്നെ എന്തു ചെയ്യുന്നു എന്നുള്ള കാര്യം ആലോചിച്ച് ആകെ വിഷമത്തിലുമായി. തന്നെയുമല്ല, 2 പേർക്ക് കഴിക്കാവുന്ന അത്ര അളവിൽ ഭക്ഷണം കൊടുത്തു വിടാറുമുണ്ട്. അന്ന് രാത്രി അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അവർ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഇങ്ങനെ വഴിയിൽ കളയാനാണോ ഞാൻ സ്ഥിരമായി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നു വിടുന്നത്? ഭാര്യ നല്ല ദേഷ്യത്തോടെയാണ് അത് ചോദിച്ചത്. അധ്യാപകൻ എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും ഭാര്യയുടെ കലിതുള്ളിയ രൂപം കണ്ടപ്പോൾ തന്നെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. തന്റെ ഭർത്താവ് തന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന തോന്നൽ അവരെ ആകെ സങ്കടത്തിലാഴ്ത്തി. രാത്രി കിടക്കാൻ നേരം വീണ്ടും അവർ ഭർത്താവിനോട് ഈ കാര്യം തന്നെ ചോദിച്ചു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നാളെ നീ എന്റെ കൂടെ ഒന്ന് വരണം, നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരവും ലഭിക്കും. ഭാര്യയ്ക്ക് ആകെ ആകാംക്ഷയായി. പിറ്റേന്ന് പതിവ് പോലെ ഭക്ഷണം പൊതിഞ്ഞ കവറുമായി ഇറങ്ങിയ അധ്യാപകന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ സ്കൂളിൽ എത്തുന്നതിന് മുൻപുള്ള ഒരു തെരുവിൽ അദ്ദേഹം പെട്ടെന്ന് നിന്നു. ഭാര്യയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ തെരുവിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ഒരു കൂരയ്ക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീയും 3 മക്കളും പുറത്തേക്ക് വന്നു. അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഭക്ഷണ പൊതി ആ കുട്ടികളുടെ നേർക്ക് നീട്ടി. സന്തോഷത്തോടെ അത് വാങ്ങി ആ കുട്ടികളും ആ അമ്മയും കൈകൂപ്പി നന്ദി പ്രകടിപ്പിച്ചു. ആ കുട്ടികളുടെ സന്തോഷം കണ്ടാൽ അറിയാം, അവർ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രയും നേരം കാത്തിരുന്നത്. തുടർന്ന് അടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ നിന്നും ഒരു റൊട്ടി വാങ്ങി അദ്ദേഹത്തിന്റെ ബാഗിൽ വെച്ചു. കടക്കാരനായ വൃദ്ധന് അദ്ദേഹം ഒരു 50 രൂപ കൊടുത്തു. ബാക്കി പോലും വാങ്ങാതെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. ആശ്ചര്യത്തോടെ എല്ലാം നോക്കി നിന്ന സ്വന്തം ഭാര്യയോടായി അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ, നീ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് എത്രത്തോളം രുചിയുണ്ടെന്ന്. മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ വഴി വരുമ്പോൾ ആ സ്ത്രീയും അവരുടെ ആ 3 കുട്ടികളും അവിടെയുള്ള വേസ്റ്റ് ബക്കറ്റിൽ നിന്നും പഴകിയ ഭക്ഷണം വാരി കഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി ഞാൻ അവർക്ക് നൽകിയപ്പോൾ
അവർക്കുണ്ടായ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നീട് ഞാൻ ആ പതിവ് ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതിൽ പരം ഒരു പുണ്യവും ഈ ലോകത്ത് വേറെയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഘട്ടമായിരുന്നു അത്. പിന്നെ ആ കാണുന്ന പെട്ടിക്കടയിൽ നിന്നും ഒരു കഷ്ണം റൊട്ടി വാങ്ങുന്നത് ആ വൃദ്ധന് ഒരു 50 രൂപ എന്നും കൊടുക്കാൻ വേണ്ടിയാണ്. വെറുതെ കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങിക്കില്ല. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ട അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിക്കണം. അറിയാതെ ആണ് ഞാനിതൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതും. പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പൊതിക്ക് പകരം, ഒരു ഭക്ഷണ പൊതിക്ക് പകരം 2 ഭക്ഷണ പൊതി കൊടുത്തുവിടാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ഏതൊരു മനുഷ്യന്റെയും കർത്തവ്യവും ഒപ്പം തന്നെ കരുണയുമാണ്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് വലിയ കാര്യമാണ്, നമ്മുടെ കടമയുമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. അധ്യാപകൻ നൽകിയ ആ ഭക്ഷണം അവർക്ക് ഒരു ജീവശ്വാസം പോലെയായിരുന്നു. ഒരു കൈ സഹായം ആർക്കും നൽകാനാവും. ഒരു ഭക്ഷണ പൊതി കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.